ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. നമ്മളിപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്ക് ഇപ്പോൾ നമ്മൾ അളവ് എടുത്തിരുന്നത് 3 ഇഞ്ചിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അളവുകളെല്ലാം കഴിഞ്ഞ അളവുകളെല്ലാം അതനുസരിച്ച് തന്നെയാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തു. അതിനുശേഷം 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടായിരുന്നല്ലോ. ആ 1/2 ഇഞ്ച് ആ ഷോൾഡറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ കണ്ടോ, ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നെക്കും 3 വരും, ഷോൾഡറും 3 വരും. ആ 1/2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതാദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് വേണ്ടി എടുത്തത് ഇതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ്, അത് 3.2 നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 3.2 വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ 3.2 മാർക്ക് ചെയ്തു. നിങ്ങളുടെ അളവ് ഏതാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന് മുകളിലായിട്ടാണ്. അതായത് നമ്മൾ 3.2 താഴെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ നെക്ക് 3.2 വീണ്ടും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ആ മാർക്കിങ്ങിലേക്ക് എത്താനായിട്ട് നമ്മൾ മുകളിലാണ് സീം അലവൻസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ചിങ് അവിടെ അടിച്ച് പോകുമ്പോഴേക്കും കറക്റ്റ് നമ്മൾക്ക് വേണ്ട നെക്കിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മളെത്തും. ഓക്കെ, നമുക്കിനി ഈ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ക്വയർ പോലെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇതിനകത്താണ് നമ്മളുടെ നെക്ക് വരക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് വരക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ എൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഞാൻ നിവർത്തിയിട്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഈ ലൈനിങ് പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇപ്പോൾ അകത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അത് നമ്മൾ അടിക്കുമ്പോഴേക്കും തെറ്റിപ്പോതിരിക്കാനാണ് അങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശമാണ് കേട്ടോ അതേപോലെ അകത്തിട്ട് വെക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മളൊരു 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ബാക്കിൽ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് നെക്കാണ്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് നെക്ക് വെക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും വലിച്ച് പിടിച്ചടിക്കരുത്. അത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഇതേപോലെ വളവനുസരിച്ച് നമ്മൾ വളച്ചിങ്ങനെ കൊടുത്ത് വേണം അടിക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇത് വലിച്ച് പിടിച്ച് നിവർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് വെറുതെ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ ചുറ്റും ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതൊരു 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അത് കൂടുതൽ വിട്ടുപോകാതെ ഇരിക്കും. അതിന് വേണ്ടിയാണ് 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് പാർട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്തായിരുന്നല്ലോ. ഇത് മെയിൻ ക്ലോത്തിൻ്റെയാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിടാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചിടാം. ഇതുകൊണ്ട് അപ്പോൾ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് ഇതേപോലെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് അയേൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ നിവർത്തിയിട്ട് ആ ഭാഗത്ത് കൂടെ അങ്ങനെ പതിച്ചടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗമൊന്ന് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അതൊന്ന് അയേൺ ചെയ്തെടുത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ അയേൺ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നെക്കിൻ്റെ അരികത്ത് കൂടെ ഇതേപോലെ കണ്ടോ തൊട്ട് പറ്റേ കൂടെ ഇതേപോലെ ഇങ്ങനൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ലൈനിങ് പാർട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി വരത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നിവർത്തി വെച്ച് പതിച്ചടിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എവിടെ വേണ്ടി വരത്തുള്ളൂ. നെക്ക് നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ബാക്ക് നെക്ക് ഇതേ കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് വരുന്നത്. ഇതേപോലെ ഇത്ര അരികത്തിട്ട് അടിച്ചാലും മതിയാവും. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ക്യാൻവാസിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് എന്തോരം എടുക്കണം എന്നൊക്കെ ബിഗിനേഴ്സിന് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 3 ഇഞ്ചാണല്ലോ നെക്ക് വേണ്ടത്. അപ്പോൾ അതിനേക്കാൾ 1 ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തു, 4 ഇഞ്ച് എടുത്തു. അപ്പോൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 6 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയും 1 ഇഞ്ച് കൂടുതലെടുത്തു. നമുക്ക് വേണ്ടത് എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലെടുക്കുക. അത് ലെങ്ത്ത് ആയാലും വിഡ്ത്ത് ആയാലും. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഇഞ്ച് വീതം കൂടുതലെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ആക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എത്ര ക്യാൻവാസ് നമുക്ക് വേണം എന്നുള്ള ഒരളവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ആക്കി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറയാനൊന്ന് വിട്ടുപോയി.
അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ അളവ് കണ്ടോ, ഇതാണ് എനിക്ക് ക്യാൻവാസ് വേണ്ട അളവ്. അതാണ് ഞാനപ്പോൾ ഇതിലൂടെ ഒന്ന് കാണിച്ചത്. അതിന് ശേഷമാണ് നമ്മളുടെ കറക്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിഡ്ത്ത് ഒന്ന് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു, അതേപോലെ തന്നെ ലെങ്ത്ത് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ അളവുകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. എന്നിട്ട് അവിടെ ഒരു സ്ക്വയർ പോലെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട അളവുകൾ ഏതാണോ അതാണ് കറക്റ്റ് ഈ ക്യാൻവാസിലേക്ക് ഇപ്പോൾ അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് എനിക്ക് വേണ്ട നെക്ക് ഇതേപോലെ ഒരു റൗണ്ടാണ്, കുറച്ച് വൈഡായിട്ടിരിക്കുന്ന നെക്കാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ട നെക്ക് ഏതാണോ അത് ചെയ്യുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യം റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്കിലൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കൂടുതലും റൗണ്ട് നെക്ക് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അവിടെ നിന്ന് ആ റൗണ്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്ന് വെച്ചാൽ ബാക്കി സൈഡിലെല്ലാം നമ്മൾ 1 ഇഞ്ചാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ റൗണ്ട് ചെയ്ത ഭാഗത്തുകൂടെ ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ 1 ഇഞ്ച് അടയാളപ്പെടുത്താതെ നമുക്ക് ജസ്റ്റ് റൗണ്ടാക്കി വരച്ചു കൊടുക്കാമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, എല്ലാ സൈഡും ഇതേപോലെ 1 ഇഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ 1 ഇഞ്ചിലാണ് നമുക്ക് ആ ക്യാൻവാസ് കഴുത്തിൽ വെച്ചടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് മുകളിൽ ഇതേപോലെ ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഒന്ന് നേരെ ഒന്ന് വരച്ച് കൊടുത്താൽ മതിയാകും. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. ഇത് കണ്ടോ, രണ്ടും കൂടി രണ്ടാക്കി മടക്കിയാണല്ലോ നമ്മളിത് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പിൻ ചെയ്ത് ഒന്ന് വെച്ചു. അതങ്ങനെ പിൻ ചെയ്ത് വെച്ച് നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അളവുകളൊന്നും മാറാതെ, ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോയിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അളവ് വ്യത്യാസം വരാതെ രണ്ട് വശത്തും ഒരേപോലെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ അകത്തെ ഭാഗം, അകത്ത് ഇങ്ങനെ വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തിട്ട് ആ മുകളിൽ നമ്മളൊരു വര വരച്ച് കൊടുത്തില്ല, ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റരുത്. അകത്ത് വരുന്ന ആ പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി മുകളിൽ വരുന്ന ആ പീസ് ഇതേപോലെ നമുക്ക് കിട്ടും. ആ പീസ് നമ്മൾ അയൺ ചെയ്ത് തുണിയിലേക്ക് എടുക്കുമ്പോഴേക്കും നമുക്ക് അളവ് മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ വെക്കുന്നത്. ഞാൻ ചെറിയൊരു കട്ടിങ് അവിടെ ഇട്ട് കൊടുത്തു. നമുക്ക് സെൻട്രൽ പൊസിഷൻ അറിയാനാണ് കേട്ടോ അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്തത്. ഇതേപോലെ ലൈനിങ് ക്ലോത്തിലും ഞാൻ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു. നമ്മളിത് ലൈനിങ് ക്ലോത്തിലേക്കാണ് അയൺ ചെയ്തെടുക്കുന്നത്. ലൈനിങ് ക്ലോത്തിൻ്റെ ഉൾവശമാണിത്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ഇൻറ്റൂട്ട് കാണിക്കുകയാണ് ഉൾവശമാണെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഉൾവശത്താണ് നമ്മൾ ഇത് അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ കറക്റ്റ് സെൻട്രൽ പൊസിഷൻ രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. മുകളിൽ ഞാൻ കണ്ടോ ആ റേഞ്ച് വെച്ചത് ഇതേപോലെ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. അതാകുമ്പോൾ നമുക്ക് ക്യാൻവാസ് വെക്കുമ്പോൾ അത് വളഞ്ഞു പോകില്ല അയൺ ചെയ്യുമ്പോൾ. അതിനാണ് അതങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ നിവർത്തിയിട്ടു. അതിൻ്റെ നല്ല വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ, രണ്ടിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഞാനൊന്ന് ചുറ്റും പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നീങ്ങി പോകാതിരിക്കാനാണ് അങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടോ, അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം മാത്രമാണ് അകത്തിടേണ്ടത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ക്യാൻവാസിൻ്റെ തൊട്ട് പറ്റേ കൂടിയാണ് നമ്മൾ ഇനി അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടോ, ക്യാൻവാസിലേക്ക് കയറ്റി വെച്ച് അടിക്കേണ്ട, അതിൻ്റെ അരികത്ത് കൂടി ഇതേപോലെ അടിച്ചു കൊണ്ടുവരിക. ക്യാൻവാസിലേക്ക് കയറ്റി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര അവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ ക്യാൻവാസിലേക്ക് കയറ്റി അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അരികത്ത് കൂടി ഇതേപോലെ നമ്മളുടെ നെക്കിൻ്റെ ഭാഗം, റൗണ്ട് നെക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിച്ചു പിടിച്ചടിക്കരുത്. ചുളിവുകളൊക്കെ മാറ്റി അതിൻ്റെ കർവിങ് അനുസരിച്ച് തന്നെ ഇതേപോലെ കർവ് ചെയ്ത് അടിച്ചെടുക്കുക. അപ്പോൾ അതങ്ങനെ അടിച്ചെടുത്തു. രണ്ട് തവണ അടിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വിട്ടുപോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്താൽ നമുക്കിത് തിരിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിനാണ് നമ്മളങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മളുടെ നെക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് നമുക്കിത് തിരിച്ചെടുക്കാം. ഇതേപോലെ അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് അയൺ ചെയ്ത് കൂടി എടുത്താൽ നമുക്ക് നെക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക. ഇത് ഉൾവശത്ത് നമുക്ക് ക്യാൻവാസ് ഇരിക്കുന്നത് ചെറുതായിട്ട് വിസിബിൾ ആയിരിക്കും. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ക്യാൻവാസ് അങ്ങനെ, വൈറ്റ് കളർ ചുരിദാരത്തിന് വൈറ്റ് കളർ വന്നേക്കൊണ്ടാണ് അങ്ങനെ ക്യാൻവാസ് കാണാത്തത്. കണ്ടോ, ക്യാൻവാസിൻ്റെ ആ ഭാഗം നമുക്കൊരു ചുളിവ് നമ്മളിങ്ങനെ ചുളുക്കി കൊടുത്താലും അതങ്ങനെ തന്നെ നേരെയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നെക്ക് വെക്കുമ്പോഴും എപ്പോഴും ഫ്രണ്ട് നെക്കിന് ക്യാൻവാസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് അടിച്ച പോലെ തന്നെ ഇതിൻ്റെ അരികത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇതേപോലെ വെക്കാൻ നമുക്ക് മടിയുണ്ടെങ്കിലും ബാക്ക് നെക്കിന് വെച്ചില്ലെങ്കിലും എപ്പോഴും നമ്മൾ ഫ്രണ്ട് നെക്കിന് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്ക് എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി ക്യാൻവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുളുക്കൊന്നും ഇല്ലാതെ ഇതിപ്പോൾ നെക്ക് അങ്ങനെ സൈഡിലേക്കൊന്നും പോകാതെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരികത്ത് കൂടെ നേരത്തെ ബാക്ക് നെക്ക് അടിച്ചെടുത്ത പോലെ ഇതുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാം. ഇതുകൊണ്ട് ഇതേപോലെ അരികത്തൂടെ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഇടയ്ക്ക് മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ ഷോൾഡർ അടിച്ചാലോ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് കൂടെ ഇതിലേക്കൊന്ന് നിവർത്തി ഇടണം. അതായത് രണ്ടിനെയും നല്ല വശം ഉണ്ട് ഇപ്പോൾ അകത്ത് വരുന്ന രീതിയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഇതേപോലെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് മാത്രം എടുത്ത് പുറകിലേക്ക് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം ബാക്ക് പാർട്ടിൻ്റെ നടുക്കിരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ആ റേഞ്ച് വിട്ടായിരുന്നല്ലോ, ആ റേഞ്ചിൽ നമുക്ക് അടിച്ചെടുക്കാം. ഭാഗം രണ്ട് വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് വട്ടം അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് തിരിച്ചെടുക്കാം. അവിടെ ഒരു ചെറിയൊരു കട്ടിങ് മാത്രമേ എനിക്കവിടെ വന്നിട്ടുള്ളൂ. ആ ഭാഗം നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ സ്ലീവ്സാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ലീവ്സ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ സ്ലീവ്സിൻ്റെ അറ്റം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം. ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ മടക്കി അടിച്ചാലും മതിയാകും. അപ്പോൾ ഞാൻ അതിവിടെ കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ 2 ഷോൾഡറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചെടുത്ത് ഷോൾഡറിൻ്റെ നല്ല വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മളുടെ സ്ലീവ്സിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് നല്ല വശം രണ്ടും ഇപ്പോൾ അകത്താണ് വന്നിരിക്കുന്നത്. അകത്ത് വരുന്ന രീതിയിൽ ഇപ്പോൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻട്രൽ പോയിൻറ്റ് രണ്ടിൻ്റെയും സെൻട്രൽ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ സെൻട്രൽ പോയിൻറ്റിൽ നിന്നാണ് നമ്മളിത് അടിച്ച് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡും ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിത് ഫുൾ സൈഡിലേക്കും പിൻ ചെയ്തത് കണ്ട ഇതേപോലെ വെച്ചാണ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ ആ ഫുൾ ഭാഗവും പിൻ ചെയ്ത് വെക്കുന്നില്ല. അവിടെ ഒരു സൈഡ് 2 സൈഡ് മാത്രമേ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാം. ഇതെങ്ങനെ അടിക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ സെൻട്രൽ പൊസിഷനിലാണ് അവിടെ ഒരു കെട്ടിയിട്ടിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം അടിക്കുക. ഞാനപ്പോൾ വെച്ച പിന്നെ മാറ്റിയിട്ട് ആ ഒരു സൈഡ് ആദ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോഴേക്കും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ ലൈനിങ്ങും ഉണ്ടെന്ന് നോക്കണം. ലൈനിങ് വിട്ട് പോകരുത്. അടിക്കുമ്പോഴേക്കും ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ലൈനിങ് അതും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളൊരു 4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് അടിച്ചു. ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് എന്തായാലും നമ്മൾ സ്ലീവ്സിൻ്റെ ഭാഗം 2 സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ബാക്കി അപ്പുറത്തെ സൈഡിലേക്കും ഇതേപോലെ തന്നെ അടിച്ചു കൊണ്ടുവരാം. അതായത് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കാണല്ലോ അടിച്ചത്. വീണ്ടും നമ്മൾ ഇതേപോലെ സെൻട്രൽ പൊസിഷനിൽ കൊണ്ടുവന്ന് എത്തിക്കുക. അതാണ് എൻ്റെ സെൻട്രൽ പൊസിഷൻ. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തെ സൈഡ് അടിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിൻ ചെയ്തത് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് സ്ലീവ്സും ഷോൾഡറിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് ആ ഭാഗം കൂടി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ്സ് അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കവിടെ ക്ലോത്ത് ഇതേപോലെ എക്സ്ട്രാ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലും മതിയാകും. അപ്പോൾ സെൻട്രൽ പൊസിഷനിൽ ഇത് കണ്ട ഇപ്പോൾ എനിക്കവിടെ കറക്റ്റായിട്ടാണ് സ്ലീവ്സിൻ്റെ ഭാഗം വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയാലും മതിയാകും. എപ്പോഴും നമ്മൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സെൻട്രൽ പൊസിഷനിൽ നിന്ന് തന്നെ അടിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് 2 സൈഡായിട്ട് ഈക്വലായിട്ട് പോയിക്കോളും. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് തുണി അധികമായിട്ട് കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് മാത്രം അടിച്ചു തുടങ്ങാം. സ്ലീവ്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിരുന്നു. എനിക്ക് സ്ലീവ്സിൻ്റെ അറ്റത്ത് 4.5 ഇഞ്ചാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ആ 4.5 ഇഞ്ച് ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഷോൾഡർ നമ്മൾ
ആ വരച്ച ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ അവിടെ തുടങ്ങി ആ ഒരു വര നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ അത് കാണാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരക്കാം. ഇതാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതാണ് നമ്മൾ ലൈനിങ്ങിൽ ഇത്. അതെനിക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ആ 4.5 മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലിറ്റ് ഇടേണ്ട ഭാഗം വരെയാണ്. സ്ലിറ്റ് ഇടുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ ഭാഗം തുടങ്ങി സ്ലിറ്റ് ഇടേണ്ട ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് 2 സൈഡിലും ഇതേപോലെ വരാനായിട്ട് ഇതേപോലെ ഞാനൊന്ന് രണ്ടാക്കി മടക്കി ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട അപ്പുറത്തും ഇതേപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വരച്ച് എടുക്കാം. നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത വര ഓൾറെഡി ചെറുതായിട്ടുണ്ടാകും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് മാഞ്ഞു പോകുമെങ്കിലും ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളൊന്ന് ഒന്നുകൂടെ വരച്ച് കൊടുത്തിട്ടാണ് ഇതിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റ് അല്ലേ എന്നൊന്ന് ടേപ്പ് കൊണ്ട് അളന്നിട്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. സ്ലീവ്സ് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തുണി അങ്ങോട്ട് തെന്നി പോകാനായിട്ട് ഇടയുണ്ടാവില്ല. ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആ വരച്ച വരയിലൂടെ ജസ്റ്റ് ഒന്ന് അടിച്ച് പോകാനേ ഉള്ളൂ. ഷേപ്പിൻ്റെ ഭാഗത്തെ കണ്ട് വരച്ചതാണ് നമ്മൾ ഓൾറെഡി ഇവിടെ കട്ടിങ് ഇട്ട് കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ഓരോ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റിലേക്ക് ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുകയും നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് വീഡിയോയിൽ നമുക്കത് ഹെൽപ്പായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് സ്ലിറ്റിൻ്റെ ഭാഗം അപ്പോൾ എത്തി. അവിടെ നമുക്ക് കെട്ടിയിട്ട് നിർത്താം. ഇതുകൊണ്ട് അവിടെയും നമ്മൾ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തായിരുന്നു കട്ട് ചെയ്ത സമയത്ത്. അതെല്ലാം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലാണ് കൂടുതൽ ഹെൽപ്പ് ആവുന്നത്. ഇനി നമ്മൾ ലൈനിങ് പാർട്ടിൻ്റെ ഭാഗമാണ്, അത് താഴത്തെ ഭാഗം. ലൈനിങ് പാർട്ടിൻ്റെ താഴത്തെ ഭാഗം അടിച്ചെടുത്താലേ നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സ്ലിറ്റ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓൾറെഡി അടിച്ച് വെക്കാം. എന്നിട്ടാണ് നമ്മൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ലൈനിങ് പാർട്ടിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും താഴത്തെ ഭാഗം ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് 2 പാർട്ടിൻ്റെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒന്ന് ഞാൻ നിവർത്തിയിട്ടു. ഇത് ലൈനിങ് പാർട്ടിൻ്റെ താഴ്ഭാഗം ഞാൻ അടിച്ചെടുത്താണ് ഇപ്പോൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നേരെ പിടിക്കുക. കണ്ടോ, ആ വര നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ നേരത്തെ കട്ടിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്തപ്പോൾ സ്ലിറ്റിന് വേണ്ടി വരച്ചു കൊടുത്തതാണത്. അപ്പോൾ നമ്മളിത് 2 ആക്കി ഇതേപോലെ മാറ്റുക. ലൈനിങ് പാർട്ടും മെയിൻ ക്ലോത്തും അതും 2 സൈഡിലെയും ഇതേപോലെ അതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ പോയിൻ്റാണത്. ഇത് കണ്ടോ, ആ പോയിൻ്റ്. അതിനുശേഷം നമ്മളവിടെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ ലൈനിങ് പീസും നമ്മളുടെ മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് 2 ആക്കി അകത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കുക. നമ്മളൊരു വര വരച്ചിട്ടുണ്ടല്ലോ, ആ വരയിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത്. അതായത് 1 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് അടിക്കാനായിട്ട് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. സ്ലിറ്റ് അടിക്കുന്നതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പിൻ ചെയ്ത് കാണിക്കാം. ആ വരച്ച വരയിലേക്ക് നമ്മൾ ഇതേപോലെ മടക്കി എത്തിക്കാൻ പോവുകയാണ്. ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് കറക്റ്റ് ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിൻറ്റിലേക്ക് ഇതേപോലെ കൊണ്ടുവരണം. ഇത് കണ്ടോ, ഒട്ടും ഗ്യാപ്പിട്ട് കൊടുക്കാണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴേക്ക് ഇതേപോലെ വരിക. താഴേക്ക് വന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് ഇതേപോലെ തന്നെ മടക്കിയിട്ട് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ അവിടെയും പിൻ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ താഴെയും പിൻ ചെയ്ത് വെച്ചു, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലും പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നടുക്കത്തെ ഭാഗത്ത് പിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം താഴെയും മുകളിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചല്ലോ. ആ ഭാഗത്തും ആ ലൈനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ലൈനിങ്ങിൻ്റെ എൻഡിൻ്റെ ഭാഗം കണ്ടോ, ആ ഭാഗത്തും ഇതേപോലെ ഒരു പിൻ ചെയ്ത് വെക്കുക. അവിടെ പിൻ ചെയ്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ലൈനിങ് അതിൽ നിന്ന് തെന്നി മാറിപ്പോകാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് എന്തായാലും ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതേപോലെ 3-4 പിന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടത് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് മടക്കിൻ്റെ അളവിൽ തന്നെ താഴത്തെ ആ പോർഷനും ഇത് കണ്ടോ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 ഭാഗത്തും ഒരേ അളവ് വരാനാണ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് തിരിച്ചിട്ട് ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു ഈസി വേ ആണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചെടുത്തിട്ട് കാട്ടിത്തരാം. കണ്ടോ, അപ്പോൾ ആ ഒരു അളവിലാണ് നമുക്ക് ഇത് മടക്കിയെടുക്കേണ്ടത്. അതിനാണ് ഞാൻ അവിടെ വെച്ച് തന്നെ മടക്കിയത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതേപോലെ പിൻ ചെയ്യുക. എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ പിൻ ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ താഴേക്ക് വന്നിട്ട് അവിടെയും ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് അവിടെയും പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് നടുഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ട 2 ഭാഗവും ഒരേ അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് 2 സൈഡും കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വെറുതെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടണം, എന്നാലും നമ്മൾ അത് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ശരിയായിട്ടുണ്ടാവുള്ളൂ. എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നമ്മളിനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് താഴെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ താഴെ ഭാഗം ഇതേപോലെ എടുത്ത് താഴെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ മാത്രം നമ്മൾ ഇതേപോലെ പിന്നെ മാറ്റിയാൽ മതിയാകും. ഇതേപോലെ എന്നിട്ട് നേരെ നമ്മൾ അടിച്ച് പോരുക. ഇതിൻ്റെ അരികത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ മതിയാവും. നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ അടിക്കുക. എൻ്റെ ഈ മെറ്റീരിയലാണെങ്കിൽ നൂല് പോണേന് ഒരു രക്ഷയില്ല, നൂലിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേഗം ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മളിത് കണ്ടോ, ഇതേപോലെ ഒരു വി പോലെ ഭാഗത്ത് എത്തും. ഇതേപോലെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടോ, അതിന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഞാനിപ്പോൾ ഒരു വര വരച്ചില്ല, ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ചിങ് നിർത്തണം. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്ന് സൂചി ഇതേപോലെ ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തിട്ട് ഒന്ന് നേരെ ഒന്ന് നിവർത്തിയിടുക നമ്മുടെ തുണി. എന്നിട്ട് നമുക്ക് വീണ്ടും അവിടെ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ അറ്റത്തേക്ക് വരാം. എന്നിട്ട് അവിടെയും നമ്മൾ ഇതേപോലെ സൂചി ഒന്ന് കുത്തി ഇറക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേ ഇപ്പുറത്തേക്ക് തിരിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടോ, ഇത്രയും സിമ്പിളാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. ഇത് 1-2 വട്ടം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. എനിക്ക് ആദ്യം ചെയ്തപ്പോൾ സ്ലിറ്റിങ് ഇതേപോലെ ഭയങ്കര പാടായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് സാധാരണ തുണിയിലൊക്കെ ചെയ്ത് നോക്കി. എനിക്കിതിപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റ് അടിക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മളിത് സ്ലിറ്റ് ഇവിടെ അടിച്ചു കഴിഞ്ഞു. നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ സ്ലിറ്റ് വന്നിട്ടുണ്ട്. ഈ ഭാഗം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്കിതിന് പെർഫെക്ഷൻ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉൾ സൈഡ് നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ നൂലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഈ തുണിയിൽ നിന്ന് ഒരുപാട് നൂലിങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റ് അടിച്ച പോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ സ്ലിറ്റ് അടിച്ചെടുക്കാം. 2 സ്ലിറ്റ് ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ അടിക്കാനാണ് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 ഇഞ്ച് വിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ റേഞ്ചിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ താഴത്തെ ഭാഗം കൂടി ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോടെ നമ്മളുടെ കുർത്തിയുടെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. അപ്പോൾ 2 സൈഡും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ താഴത്തെ ഭാഗവും ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.